ഇന്ന് 2024 ഒക്ടോബർ 7. ഇസ്രായേൽ പലസ്തീനുമേൽ തുടരുന്ന ക്രൂരവും നിഷ്ഠൂരവുമായ ആക്രമണം തുടങ്ങിയിട്ട് ഒരാണ്ട് തികയുന്നു. 366 ദിവസങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടത് 41,870 പലസ്തീനികൾ. കൊന്നൊടുക്കിയതാകട്ടെ 16,756 കുഞ്ഞുങ്ങളെ. മതിവരാത്ത സയനിസ്റ്റ് ഭീകരത പലസ്തീൻ ജനതയെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നത് തുടരുമ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ലോകം. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പലസ്തീൻ സ്വയം അവതരിപ്പിച്ച കരട് പ്രമേയത്തെ 124 രാഷ്ട്രങ്ങൾ അനുകൂലിച്ചിട്ടും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേൽ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് വിധിച്ചിട്ടും എന്തുകൊണ്ട് നെതന്യാഹുവിന്റെ ഇസ്രായേലിനെ തടുക്കാൻ ലോകത്തിനാകുന്നില്ല? എണ്ണിയാൽ അവസാനിക്കാത്ത നഷ്ടങ്ങളുടെ കണക്കുകളാണ് പലസ്തീന് ലോകത്തോട് പറയാനുള്ളത്. 41,870 മനുഷ്യരാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 1,86,000 എങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് മെഡിക്കൽ ജേണലായ ലാൻസെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ട്. 16,756 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്കിടയിൽ ലോകത്തെ എല്ലാ സംഘർഷങ്ങളിലും കൊല്ലപ്പെട്ട കുട്ടികളെക്കാൾ കൂടുതലാണ് മാസങ്ങൾക്കിടയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളെന്നാണ് UN റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാനവിക നിയമപ്രകാരം സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നത് നിയമവിരുദ്ധമായിട്ടും ഇൻക്യുബേറ്ററിൽ കഴിഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കിയ ഇസ്രയേൽ പക ലക്ഷ്യം വച്ചതൊക്കെയും കുട്ടികളെ തന്നെയായിരുന്നു. 11,346 സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 69% കുട്ടികളും സ്ത്രീകളുമാണ്. ആക്രമണങ്ങളിൽ പരിക്ക് പറ്റിയതാകട്ടെ 97,166 പേർക്കും. അനാഥരായ കുട്ടികളുടെ എണ്ണം 25,973 ആണ്. 34 കുട്ടികളാണ് പട്ടിണി കാരണം മരിച്ചത്. പാത്രങ്ങളുമായി ഭക്ഷണ വണ്ടികൾ കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പലസ്തീനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളിലെ സ്ഥിരം കാഴ്ചയാണ്. 23 ലക്ഷം മനുഷ്യരാണ് പട്ടിണി അനുഭവിക്കുന്നത്. 19 ലക്ഷം മനുഷ്യരാണ് പിറന്ന മണ്ണിൽ നിന്നും കുടിയിറക്കപ്പെട്ടത്. 10,000 പേരെയാണ് കാണാതായത്. ഇന്നലെ കൊല്ലപ്പെട്ട പലസ്തീൻ മാധ്യമ പ്രവർത്തകൻ ഹസൻ ഹമദ് ഉൾപ്പെടെ 175 മാധ്യമ പ്രവർത്തകർ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറത്തുവിടുന്ന വിവരം. ഇസ്രായേൽ അധിനിവേശം കാരണം പലസ്തീൻ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ 1/4 നൂറ്റാണ്ടായി ലോകത്തെ അറിയിക്കുന്ന, അതിന്റെ പേരിൽ മാത്രം കൊല്ലപ്പെട്ട അൽ ജസീറ റിപ്പോർട്ടർ ഷിറീൻ അബു അക്ലെ ഉൾപ്പെടെ എത്രയോ മാധ്യമ പ്രവർത്തകർ രക്തസാക്ഷികളായി. ഭാര്യയും മക്കളും 7 വയസ്സുകാരി പേരമകളും കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പരുക്കുകൾ വെച്ചുകെട്ടി സംഘർഷ ഭൂമിയിൽ ജോലിക്കെത്തിയ അൽ ജസീറ അറബിക് വിഭാഗം ഗാസ ബ്യൂറോ ചീഫ് വായിൽ അൽ ദഹദൂഹിനെ പോലെ എത്രയോ മാധ്യമ പ്രവർത്തകരാണ് സുരക്ഷ മറന്ന് പലസ്തീനിൽ നിന്നും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനസംഖ്യയിൽ കുട്ടികളുടെ എണ്ണം കൂടുതലുള്ള പലസ്തീനിലെ 87% സ്കൂളുകളും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇസ്രായേൽ തകർത്തു. 10,449 വിദ്യാർത്ഥികളെ കൊന്നൊടുക്കിയപ്പോൾ 6,25,000 കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത്. 419 വിദ്യാഭ്യാസ ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത്. പലസ്തീനിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് നേരെ മനസാക്ഷി മരവിക്കുന്ന അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ അഴിച്ചുവിട്ടത്. 34 ആശുപത്രികളും 80 ആരോഗ്യ കേന്ദ്രങ്ങളും 162 ആരോഗ്യ സംവിധാനങ്ങളും 131 ആംബുലൻസുകളുമാണ് തകർക്കപ്പെട്ടത്. 3,50,000 പേർക്കാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചികിത്സ ലഭിക്കാത്തത്. 10,000-ഓളം ക്യാൻസർ രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ല. 5 വയസ്സിൽ താഴെയുള്ള 3,46,000 കുട്ടികളും 1,60,000 ഗർഭിണികളുമാണ് പോഷകാഹാരക്കുറവ് നേരിടുന്നത്. കൺമുന്നിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ക്രൂരതകൾക്ക് സാക്ഷിയാകേണ്ടി വന്ന 1 ലക്ഷം മനുഷ്യർക്കാണ് മാനസിക ആരോഗ്യ പിന്തുണ വേണ്ടത്. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരാൽ നിറഞ്ഞ ഗാസ മുനമ്പിലെ ഏക ആശ്രയമായ അൽഷിഫ ആശുപത്രിയും മിസൈൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. ഒരു വർഷം പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകളുടെ ശരാശരി പരിശോധിച്ചാൽ ഓരോ ദിവസവും 114ഓളം നിരപരാധികളായ മുതിർന്നവരുടെയും 45ഓളം കുഞ്ഞുങ്ങളുടെയും ജീവനാണ് അപഹരിക്കപ്പെടുന്നതെന്ന് കാണാം. സയനിസ്റ്റുകൾ 1948 മുതൽ ആരംഭിച്ച വംശഹത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ പലസ്തീനിൽ അരങ്ങേറുന്നത്. പല ലോകരാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ വംശഹത്യാ പദ്ധതിയെ എതിർത്തിട്ടും യുദ്ധം ഇസ്രായേലിന്റെ ആഭ്യന്തര സാമ്പത്തിക അവസ്ഥയെ തകർത്തിട്ടും ഗാസയിലും ലെബനനിലും നടത്തുന്ന കൂട്ടക്കുരുതികളിൽ നിന്നും പിന്നോട്ടില്ലെന്ന പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ധാർഷ്ട്യത്തെ എങ്ങനെയാണ് ലോകമിനി നേരിടാൻ പോകുന്നത്?